ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു കിടിലൻ സാധനം ഉണ്ടാക്കിയാലോ? നമ്മുടെ നാട്ടിലൊക്കെ ചിക്കൻ ബാഗ്, ടൊമാറ്റോ ചിക്കൻ ബാഗ് എന്നൊക്കെ അതിനെ പേര് പറയാം. അടിപൊളി സാധനമാണ്. എനിക്ക് കഴിച്ചാലും മടുക്കാത്തൊരു സാധനം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീട്ടിൽ കിടക്കാം. മാവ് റെഡിയാക്കാനായിട്ട് 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ ബട്ടർ, പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും വേണം. ഫസ്റ്റ് നമുക്ക് മൈദ ഒരു ബൗളിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ ബട്ടറും കൂടി ആഡ് ചെയ്യാം, പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മൈദയും ബട്ടറും മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി വെച്ച് നമുക്ക് മാവ് റെഡിയാക്കാം. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് ഫില്ലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സാക്കി നമുക്ക് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കണം. ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്കിത് കൈകൊണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇടണം. അപ്പോൾ എല്ലാ ചിക്കനും ഇതുപോലെ ചെറിയ പീസ് ആക്കിയിട്ടുണ്ട്. ഇന്ന് ഇതിലേക്ക് ഒരു 1.5 സ്പൂണ് മുളക് പൊടി കൂടി ആഡ് ചെയ്ത് ഈ ചിക്കന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ചിക്കന് കൂടി ഇട്ടിട്ട് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുങ്ങനെ കട്ട് ചെയ്തതും, ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും, പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈയുമാണ് ആവശ്യമുള്ളത്. ചിക്കൻ ഫ്രൈ ചെയ്ത പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റുന്നുണ്ട്. അതിനുശേഷം തക്കാളി കൂടി ഇട്ട് കൊടുത്ത് തക്കാളി നന്നായിട്ട് വെന്തടിയുന്നത് വരെ വഴറ്റിയെടുക്കുക. തക്കാളി വെന്ത ശേഷം ചിക്കൻ ഫ്രൈ കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ഓംലെറ്റ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 2 മുട്ട അടിച്ചതിൽ 1/4 സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇതുപോലെ പാനിൽ ഒഴിച്ച് കൊടുത്ത് ഓംലെറ്റ് റെഡിയാക്കി എടുക്കാം. ഓംലെറ്റ് റെഡിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് സ്ക്വയർ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില കൂടി ആവശ്യമായിട്ടുണ്ട്. ഇനി കുഴച്ച് വെച്ച മാവിൽ നിന്ന് ഓരോ ചെറിയ ഉരുളകളാക്കി എടുത്ത് നമുക്കിത് പരത്തണം. പൂരിനേക്കാളും ചെറിയ സൈസിലുള്ള ഉരുള മതിയാവും, അധികം വലുപ്പമൊന്നും വേണ്ട. ഇതുപോലെ ഈ മാവിൽ നിന്ന് നമുക്ക് 16 പീസ് ഉരുളകൾ വരെ ഉണ്ടാക്കാൻ സാധിക്കും. പരത്തിയെടുക്കുമ്പോൾ കനം കുറച്ച് തിന്നായിട്ട് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് പരത്തിയതിന് ശേഷം ഇതിൻ്റെ നടുക്കേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് ഓംലെറ്റ് കട്ട് ചെയ്തത് കൂടി വെക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മുടെ ചിക്കൻ ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ചെറിയ പീസ് മല്ലിയില, അത് ഓപ്ഷണലാണ്, വേണേ വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ 4 സൈഡും ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം നമ്മൾ പരത്തി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ഫ്രൈ ചെയ്യാം. ഇനി ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ചിക്കൻ ബാഗ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ 2 സൈഡും ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. നല്ലൊരു ടേസ്റ്റി ആയിട്ടാണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.